ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1-2 ഗോളുകൾക്കാണ് ആസ്റ്റൺ വില്ല അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലാണ് സിറ്റി ഇപ്പോൾ പരാജയപ്പെടുന്നത്. അതിനു മുൻപ് യുണൈറ്റഡിനോട് പൊട്ടി, അതുപോലെ തന്നെ യുവൻറ്റസിനോട് പൊട്ടി. അങ്ങനെ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. അവസാനമായി കളിച്ച 11 മത്സരങ്ങളിൽ കേവലം ഒരു വിജയം മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 8 മത്സരങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു. അവസാനമായി കളിച്ച 12 മത്സരങ്ങളിൽ 28 ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായ ഒരു നിലയിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. അത് അവരുടെ പരിശീലകനായ പെപ്പിന് മേലെയുള്ള ആ ഒരു പ്രഷർ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ പെപ്പ് ഗാർഡിയോളക്ക് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു മോശം അവസ്ഥക്കുള്ള പരിഹാരം എന്താണ്? അത് പെപ്പിനോട് ചോദിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരൊറ്റ മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. തൻ്റെ താരങ്ങളെ തനിക്ക് തിരിച്ചു വേണം, അല്ലെങ്കിൽ പരിക്കേറ്റ താരങ്ങളെ തിരികെ കൊണ്ടുവരണം. അതുമാത്രമാണ് ഒരു പോംവഴി എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് തനിക്ക് ആവശ്യമുള്ള തൻ്റെ പ്രധാനപ്പെട്ട താരങ്ങളെ തനിക്ക് കിട്ടിയാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുക എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാം ഞങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാകില്ല. ഞങ്ങളുടെ മുന്നിലുള്ള പരിഹാരം എൻ്റെ താരങ്ങളെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. പൂർണ്ണ ഫിറ്റ്നസ് പ്രാപിച്ച ഏക സെൻട്രൽ ഡിഫൻഡർ മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അതാണ് കാര്യങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. പരിക്കേറ്റ താരങ്ങളെ തിരികെ കൊണ്ടുവരണം. അടുത്ത മത്സരത്തിൽ ഞങ്ങൾ വിജയത്തിനായി ശ്രമിക്കും. കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. ഈ മത്സരത്തിൽ സ്റ്റോൺസിന് പരിക്കേറ്റത് തിരിച്ചടിയായി. ആസ്റ്റൺ വില്ലക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രീമിയർ ലീഗിൽ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കിരീടം നേടുക എന്നുള്ളതൊക്കെ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് അവർ നടത്തേണ്ടതുണ്ട്. അടുത്ത പ്രീമിയർ ലീഗ് മത്സരത്തിൽ എവർട്ടൺ ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.